അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുമ്പോഴുള്ള മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പറഞ്ഞ പോലെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ ഒരു മടിയാണല്ലേ, ഒരു മോട്ടിവേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബോറിംഗ് ആണ് വീട്ടിലെ പണികൾ. അതുകൊണ്ടാണ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നതും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാത്ത ചില സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല അല്ലേ, മാർക്കും കിട്ടൂല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ജോലികളും. നമുക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ താല്പര്യവും ഇല്ലാത്തത്. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ തോന്നും, എന്നും ഒരുപോലെ തന്നെയാണ്, എന്നും ജോലി തന്നെയാണ്, എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്തൊരു വീട് എന്നൊക്കെ. മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കൂട്ടുക. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തതും ആവശ്യമില്ലാത്തതും ഒക്കെ വീട്ടിൽ നിന്ന് അപ്പപ്പോൾ ഒഴിവാക്കുക. വലിപ്പം കുറഞ്ഞ ഡ്രസ്സുകളും ചെരുപ്പുകളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ എളുപ്പമായിരിക്കും. വലിച്ചു വാരിയിടുന്നത് ഒരുപാട് ഒഴിവായി കിട്ടുകയും ചെയ്യും. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അലമാരകളിൽ കുത്തി നിറക്കുമ്പോഴാണ് വലിച്ചു വാരിയിടേണ്ടതായിട്ട് വരുന്നത്. വൃത്തികേടാവുന്നതിൻ്റെ കാരണം ആദ്യം കണ്ടെത്തുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കാണുക. എണീക്കുമ്പോൾ തന്നെ ബെഡ് വൃത്തിയാക്കി ഇടുക. അതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് കിച്ചൺ നല്ല ക്ലീൻ ആക്കി ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആ കിച്ചണിൽ കയറുമ്പോൾ തന്നെ പ്രത്യേക ഒരു എനർജി ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വീട് ഞാൻ നന്നായിട്ട് ഒരുക്കിയിടുന്ന സമയത്ത് എൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു വെക്കും. അങ്ങനെ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ വീട് അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ വീട് ഇരുന്നതെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു മോട്ടിവേഷനാണ്. ഈ ഒരു ഫോട്ടോസൊക്കെ കാണുന്ന ടൈമിൽ നമ്മൾ ഓടിപ്പോയിട്ട് ആ വീട് ക്ലീൻ ചെയ്ത് ആ ഒരു രൂപത്തിലാക്കി എടുക്കാനായിട്ട് നമുക്കൊരു എനർജി കിട്ടും. ചില ആളുകളുണ്ട്, എപ്പോഴും മടിയായിരിക്കും, മാറണം എന്നുള്ള ഒരാഗ്രഹവും ഇല്ല. എന്നാൽ കൂടുതൽ ആളുകൾക്കും മാറണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ചെറിയ കുട്ടികളുള്ളത് കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ ഒക്കെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കാരണം ടൈം കിട്ടാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. വലിയ വലിയ മഹാന്മാരുടെ പുസ്തകങ്ങളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരൊക്കെ സമയം എത്ര നല്ല രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അവർക്കും ഈ 24 അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ആർക്കും ഒന്നും നേടാനാവില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ വീട് നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കാനെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുക, എന്നിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അല്ലാതെ മടി പിടിച്ചിരിക്കും തോറും നമ്മുടെ ജോലികൾ പെൻഡിങ് ആക്കി വെക്കും തോറും ഇരട്ടി പണിയാകും, നമ്മുടെ സമയവും നഷ്ടപ്പെട്ടു. ഒരു വീട്ടിലും ഓർഗനൈസ് ചെയ്ത് വെച്ചത് എല്ലാ കാലവും അതുപോലെ തന്നെ ഇരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓർഗനൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഉള്ള സമയം കിട്ടും. ഇടയ്ക്ക് ഈ യൂട്യൂബ് വീഡിയോസും അതുപോലെ കുട്ടികളുടെ സ്കൂളിലും പഠിപ്പിക്കലും എല്ലാം കൂടിയായപ്പോൾ എനിക്കും സമയം കിട്ടാതെ വരുന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ മുതലാണ് ഞാനൊരു റുട്ടീന് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ ജോലികളും ഒരു ഓർഡറിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കുറച്ച് സമയമൊക്കെ ഫ്രീ ആയി കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടാൻ തുടങ്ങി. കാരണം ഓൾറെഡി ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. പ്ലാനിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ രാവിലെ എണീക്കാനാണ് പറ്റാതെ പോകുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് നോക്കണം. അപ്പോൾ രാത്രി വൈകി ഉറങ്ങുന്നതാണ് പ്രധാനമായിട്ട് രാവിലെ എണീക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ രാത്രി പറ്റാവുന്നത്ര നേരത്തെ ഉറങ്ങുക. പരമാവധി ഒരു 10 മണി 10:30ക്കുള്ളിൽ ഉറങ്ങണം, മസ്റ്റായിട്ട് ഉറങ്ങണം. ഞാനും 2 3 അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് രാവിലെ എണീക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങിയാൽ പോലും രാവിലെ എണീക്കാനൊരു മടി ഉണ്ടാവും. കാരണം ആ ഒരു ടൈമിൽ നല്ലൊരു ഉറക്കത്തിൻ്റെ സമയമായിരിക്കും. രാവിലെ എണീക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്യാൻ കഴിയും. ഒന്നാമത് ആ ഒരു ടൈമിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അവർ ഉറക്കമായിരിക്കും. അപ്പോൾ നമുക്ക് ജോലികളൊക്കെ വേഗം തീർത്ത് കുട്ടികളെ ശ്രദ്ധിക്കാനും ഫാമിലിക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. സമയം വൈകും തോറും ഒരു മടിയും ക്ഷീണവും ഒക്കെ തോന്നും. ഉള്ള ജോലി ഒരുപാടായിട്ട് തോന്നും. അങ്ങനെ മടിച്ച് മടിച്ച് അന്നത്തെ ദിവസം മുഴുവനും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെയായി അടുക്കളയിൽ മാത്രം സ്പെൻഡ് ചെയ്യാനേ സമയം കിട്ടുള്ളൂ. അപ്പോൾ വേഗം ഫാസ്റ്റായിട്ട് ജോലികൾ ചെയ്ത് തീർത്ത ശേഷം പിന്നെ മടി പിടിക്കാലോ. ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും ഒക്കെ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് റുട്ടീൻ എന്ന് വെച്ചാൽ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം, ഒരു അടുക്കും ചിട്ടയും കൊടുക്കുക നമ്മുടെ ലൈഫിന്. ഒരു പ്ലാൻ ഉണ്ടാവുക നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും എന്തിനാ അപ്പോൾ കിച്ചണിലൊക്കെ ഒരു പ്ലാനിങ് എന്ന്. എന്നാൽ ഇതൊരു ശീലമാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് കൂടുതൽ ടൈം കിട്ടും.
നമ്മളൊരു സ്ഥലത്ത് വേസ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും പോയിട്ട് വേസ്റ്റ് ഇടും അല്ലേ? അങ്ങനെ അവിടെ നിറയും. പക്ഷെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വേസ്റ്റ് ഇടാൻ തോന്നുമോ? ഇല്ലല്ലോ. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ വീടും നമ്മുടെ വീട്ടുകാരും ഒക്കെ. അവരൊക്കെ പതുക്കെ പതുക്കെ നമ്മളോട് സഹകരിച്ചു വരും. ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീട് അലങ്കോലമാക്കാതെ അവരും ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ.